ക്ലാസ് 90 നമ്മളിന്ന് നോക്കുന്ന സ്കന്ധം 4 28ാമത്തെ അധ്യായമാണ്. അത് പുരഞ്ജനൻ ശ്രീയായിട്ട് ജനിച്ചിട്ട് അവിജ്ഞാതൻ്റെ ഉപദേശത്താൽ മുക്തി നേടുന്നതാണ്. പുരഞ്ജനൻ എന്നത് ജീവാത്മാവാണ്, ആത്മാവാണ്. ആത്മാവ് ഏതെങ്കിലും ഒരു ശരീരം സ്വീകരിക്കുന്നു. ശരീരത്തെ സ്ത്രീയായിട്ട്, ശരീരത്തിന് പിന്നിലുള്ള ആ ശക്തിയെയാണ്, ശരീരത്തിൻ്റെ അധിപൻ, അതിനെയാണ് സ്ത്രീയായിട്ട് എടുക്കുന്നത്. നെഗറ്റീവ് സൈഡ്. അധിപൻ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവ് എന്നതില്ല, നെഗറ്റീവ്. ഇപ്പം പുരഞ്ജനൻ ഏതൊരു ശരീരത്തിലാണോ പ്രവേശിക്കുന്നത് അതിൻ്റെ സ്വഭാവമാണ് പുരഞ്ജനുണ്ടാവുക, ജീവാത്മാവിനുണ്ടാവുക. നമ്മളെ ഉള്ളിലെ ആത്മാവ് ഒരു പട്ടിയിലാണ് പ്രവേശിക്കുന്നതെങ്കിൽ അത് പട്ടിയുടെ മാനസികാവസ്ഥയിലായിരിക്കും. ഒരു പുരുഷനിലാണ് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ പുരുഷൻ്റെ മാനസികാവസ്ഥയിലായിരിക്കും. ഒരു സ്ത്രീയുടെ ശരീരഘടനയിലാണ് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ അത് സ്ത്രീയുടെ ആ മാനസികാവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ മരിച്ച ശേഷം നമ്മുടെ ഈ ആത്മാവ് ഏതൊരു ശരീരത്തിലാണോ പ്രവേശിക്കുന്നത് ആ ശരീരത്തിൻ്റെ സ്വഭാവമാണ് എടുക്കുന്നത് എന്ന് പറയുവാനാണ് ഇത് പറയുന്നത്. പുനർജന്മത്തെ പറ്റിയും പറയുകയാണ്. ഇത് നമുക്ക് ഒന്നിലെന്താണ് പറയുന്നതെന്ന് നോക്കാം. നാരദൻ പ്രാചീന പാരീസോട് പറയുകയാണ്, ഭയമെന്ന ഭർത്താവിൻ്റെ കൂടെ അവരുടെ സേനാപതികളോടെല്ലാം കൂടിയിട്ട് പ്രജ്വരനോടും കൂടി, പ്രജ്വരൻ എന്ന് പറഞ്ഞാൽ പനി, വയസ്സാകുമ്പോൾ ശരീരത്തിൽ കയറി പനി, ജ്വരങ്ങളെല്ലാം കയറിപ്പൊടിക്കും. പനിയും മറ്റുള്ള അസുഖങ്ങളും, പ്രായമായ അസുഖങ്ങൾ കയറിപ്പൊടിക്കും, ആ ശരീരത്തെ നശിപ്പിക്കുക. അതോടും കൂടി കാലകന്യക ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കൂ എന്ന് പറയാണ്. കാലമാകുന്ന കന്യക, കാലമാണ് നമ്മളിൽ ജ്വരമുണ്ടാക്കുന്നത്. അപ്പം ഭയം എന്ന് പറഞ്ഞാൽ മൃത്യുഭയമാണ്. അപ്പം ഭയം എന്ന് പറയുന്നത് മൃത്യുദേവതയാണ്. ആ മൃത്യുദേവതയുടെ പത്നിയായിട്ടാണ് ഈ കാലകന്യക സഞ്ചരിക്കുന്നത്, കാലം സഞ്ചരിക്കുന്നത്. അവൻ്റെ ശരീരത്തെ ദുഷിപ്പിച്ച് നശിപ്പിച്ച് ശക്തി ക്ഷയിപ്പിച്ച് അവസാനം പലതരം രോഗങ്ങളെല്ലാം പിടിപെട്ടുകൊണ്ട് അവർ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു. ഇതിൽ 2 എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇവർ എന്ത് ചെയ്തു, പുരഞ്ജനൻ്റെ ശരീരത്തെ, അതിനെ സംരക്ഷിക്കുന്നത് ആ ഒരു സർപ്പമാണല്ലോ, അതായത് പ്രാണനാണ്, നമ്മിലുള്ള പ്രാണനാണ് നമ്മളെ ശരീരത്തെ സംരക്ഷിക്കുന്നത്. ആ പ്രാണനാകുന്ന സർപ്പത്തെ 5 തലയുണ്ടെന്ന് പറഞ്ഞാൽ 5 പ്രധാന പ്രാണവായുക്കളാണ്. ആ നഗരത്തെ, അതെല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി സംരക്ഷിച്ചിരുന്ന ആ ശരീരത്തെ ഒരു നാൾ ഇവർ കയറിയിട്ട് ആക്രമിച്ചു. അതായത് വയസ്സാം കാലത്ത് ആക്രമിച്ചു എന്ന് തന്നെ അർത്ഥം. ഇതിൻ്റെ 3 പറയുന്നു, അവള് കാലകന്യക എന്ന്, കാലമാകുന്ന ആ കന്യ നേരെ ആ ശരീരത്തിൽ കയറിയിട്ട് പുരഞ്ജനെ തന്നെ, അവൻ്റെ ആ ജീവാത്മാവിനെ തന്നെ ബലാത്കാരേണ പിടികൂടി അവൻ്റെ ശരീരത്തെ എല്ലാം ദുർബലമാക്കിയ ശേഷം അവനെ തന്നെ കയറി പിടികൂടി. അവരുടെ 4 പറയുന്ന അവളുടെ കൂട്ടുകാരും, അതായത് എല്ലാ അവയവങ്ങളും, അതായത് കണ്ണിലൂട്ടി, മൂക്കിലൂട്ടി, എവിടെയാലും അവരെല്ലാം അവരുടെ കൂട്ടുകാരും എല്ലാം ഇതിലൂടെ ശരീരത്തിലേക്ക് കയറുന്ന കാഴ്ചശക്തി നശിച്ച് ശ്വസിക്കാൻ ശ്വാസം മുട്ടും ഉണ്ടായി, ചെവിട് ഒന്നും കേട്ടുകൂടാ. അങ്ങനെയുള്ള അവസരത്തിൽ പല വാതിലുകളിൽ കൂടി ആ പുരിയിൽ കടന്നിട്ട് കലശലായ ശല്യമുണ്ടാക്കി. അതായത് വയസ്സാം കാലത്ത് എന്താ സംഭവിക്കുക, ഈ ജീവാത്മാവിന് ഈ ശരീരം കൊണ്ടാണ് സുഖിച്ചിരുന്നത്. പക്ഷേ വയസ്സാകുമ്പോൾ കണ്ണിന് കാഴ്ചയും പോകും. ഇപ്പം കണ്ണിലൂട്ട കുറേ എണ്ണം കയറിയിട്ട് കണ്ണിൻ്റെ കാഴ്ച നശിക്കുന്നു, വായിക്ക് രുചിയൊന്നും ഉണ്ടാവില്ല, മുക്കിലൂട്ട ശ്വാസം ശരിക്കെടുക്കാൻ പറ്റൂല, ചുവട്ടിലൂട്ടി ഒന്നും കേൾക്കാൻ പറ്റൂല. ഇങ്ങനെ എല്ലാ ഭാഗത്തിലൂട്ടിയും കയറിയിട്ട് ശരീരം എന്താക്കി, ശല്യമുണ്ടാക്കി. മനുഷ്യരെ സംഭവിക്കുന്ന കാലം ചെയ്യുന്ന പ്രവൃത്തി, കാലമാണ് നമ്മുടെ ശരീരത്തിൽ ഇതെല്ലാം ചെയ്യും. ഒരു കാലത്ത് എല്ലാവരെയും കൊണ്ടുപോകും, വേറൊരു കാലത്ത് ഈ അവസ്ഥയിലും എത്തിക്കും. 5 ആ പുരി ഈ വിധം പീഡയിൽ അകപ്പെട്ടപ്പോൾ അതിൻ്റെ ഉടമയായ ആ ജീവാത്മാവ്
ആ പുരഞ്ജനൻ നാനാപ്രകാരത്തിലുള്ള കഷ്ടതകളെ അനുഭവിച്ചു. അപ്പോഴാണ് പുരഞ്ജനന് മനസ്സിലാകുന്നത് ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ല. അവൻ മാനസികപരമായി ശരീരത്തിന് എന്ത് പേടി ഉണ്ടാകുന്നോ അത് അവന് ബാധിക്കുന്നു. പണ്ട് പറഞ്ഞില്ല, ശരീരം കള്ളു കുടിക്കുമ്പോൾ അവനും കുടിക്കും, ശരീരം സന്തോഷിക്കാൻ എന്തൊക്കെ ചെയ്യുമ്പോൾ അവനും സന്തോഷിക്കും. അപ്പൊ ഇപ്പൊ ശരീരം മുഴുവൻ ആകെ ദുർഗതിയിലായപ്പോൾ അവന്റെ മനസ്സും പുരഞ്ജനനും മാനസികമായിട്ട് അവൻ തളർന്നു. അപ്പൊ ആറിൽ പറയുകയാണ്, കാലകന്യക എന്ത് ചെയ്തു, അവനെ ആലിംഗനം ചെയ്തു. അപ്പൊ ആലിംഗനത്തിൽ അമർന്നുകൊണ്ട് നശിച്ച ദേഹകാന്തിയോട്, ശരീരത്തിന്റെ കാന്തിയെല്ലാം നശിച്ചു, വിഷയാസക്ത മനസ്സുമായി, മനസ്സിൽ വിഷയാസക്തങ്ങളല്ല, ആഗ്രഹങ്ങളല്ല, അതിനൊന്നും കുറവൊന്നുമില്ല, പക്ഷെ അതേ ദീനനായി വിവേകമെല്ലാം നശിച്ച് ഗന്ധർവ യവനന്മാർ ബലാത്കാരനെ കവർന്നെടുത്ത. ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗന്ധർവന്മാർ, യക്ഷന്മാർ എന്നെല്ലാം പറയുന്നത് ഈ കാലത്തിൻ്റെ അല്ലെങ്കിൽ ഗ്രഹങ്ങള് നമ്മിൽ സ്വാധീനിക്കുന്ന പലതരം സ്വാധീന ശക്തികളെയാണ്, ഗ്രഹങ്ങളുടെ ബലങ്ങളെയാണ്, പലതരത്തിലും നമ്മൾ ചിന്തകളിലെല്ലാം മാറ്റമുണ്ടാക്കും. അതിനെയാണ് ഗന്ധർവന്മാർ, യക്ഷന്മാർ എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത്. അവരെല്ലാം ഉള്ളിൽ കയറിയിട്ട് അവൻ്റെ ഐശ്വര്യത്തെ എല്ലാം കവർന്നെടുത്തു എന്ന് പറയുകയാണ്. അപ്പൊ 7-ലും 8-ലും പറയുകയാണ്, തകർന്നു തരിപ്പണമായ സ്വന്തം നഗരത്തെ, അപ്പം തൻ്റെ ശരീരം മുഴുവൻ തരിപ്പണമായി കഴിഞ്ഞിരിക്കുകയാണ്. ആദരിക്കാതെ പുത്ര പൗത്രന്മാര്, മറ്റേ മന്ത്രിമാര് എല്ലാവരെയും, ഇപ്പം പുത്രന്മാർക്കും പൗത്രന്മാർക്കും എല്ലാം നശിച്ച് കിടക്കുന്ന, രോഗം പിടിച്ച് അങ്ങനത്തെ അവശതയിൽ കിടക്കുന്നവരോട് പിന്നെ ഒരു ആദരവ് ഉണ്ടാവില്ല. പുത്രന്മാർക്കും വേണ്ട, എങ്ങനെയൊക്കെ ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി. പിന്നെ ഒരു സ്നേഹവും ഇല്ലാത്ത ഭാര്യയെയും, ഭാര്യയ്ക്ക് ഒരു സ്നേഹമില്ല, എങ്ങനെയൊക്കെ ഇത്, കാരണം എപ്പോഴും വൃത്തിയാക്കി കുളിപ്പിച്ചെല്ലാം കട്ടുമ്പലെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ശുചിയാക്കി എടുക്കണ്ട. അപ്പം വിചാരിക്കുക എങ്ങനെയൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ഉള്ളാലെ കാണും. അപ്പൊ സ്നേഹമെല്ലാം നശിച്ച ഭാര്യയെയും ശത്രുക്കളാൽ നശിച്ച പാഞ്ചാല ദേശത്തെയും, ആ ദേശം മുഴുവൻ എന്തായി നശിച്ചു. അങ്ങനെ ആരോരുമില്ലാത്ത അവസ്ഥയിലെത്തിയ ആ ശരീരത്തെ അതിന് രക്ഷപ്പെടുത്താനുള്ള ഒരു പരിഹാരവും പ്രതിവിധിയും പുരഞ്ജനന്റെ ബുദ്ധിയിൽ ഉദിച്ചില്ല. 9-10 പറയാണ്, കാലകന്യകയാൽ നശിച്ച ഭോഗസുഖങ്ങളെ വീണ്ടും കാംക്ഷിച്ചുകൊണ്ട്, എന്നാലും മോഹം തീർന്നിട്ടില്ല, സുഖിക്കേണ്ട താല്പര്യത്തിന് കുറവൊന്നുമില്ല, ശരീരമെല്ലാം അങ്ങ് ആകെ നശിച്ചു. അതേസമയം സ്വന്തം ജനങ്ങളിൽ നിന്ന് വഞ്ചിതരായ, സ്വന്തം ജനങ്ങളെല്ലാം വളരെ ബന്ധുക്കളാണ്, വേണ്ടപ്പെട്ടവരാണ്, മക്കളാണ്, പുത്രന്മാരാണ്, ഭാര്യയാണ് എന്നെല്ലാം ചിന്തിച്ചവരിൽ നിന്നും വഞ്ചിതരായി. കാരണം അവരൊന്നും ഇപ്പം തിരിഞ്ഞു നോക്കായി, അതെല്ലാം ഒരു ഭാരമായി, അവർക്കെല്ലാം ഒരു ഭാരമായി തീർന്നിരിക്കുകയാണ്. അതേസമയം അവരെല്ലാം ഇങ്ങനെ വഞ്ചിതരായി കിടക്കുന്ന അദ്ദേഹം, അങ്ങനെ പുത്രന്മാരെയെല്ലാം ലാളിക്കണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. എന്നാലും അവർക്കെല്ലാം അവരുടേതായ പ്രശ്നങ്ങളും ഉണ്ടല്ലോ. അപ്പൊ ആ അവസ്ഥയില് എന്താ സംഭവിച്ചിരിക്കുന്നത്, ഗന്ധർവന്മാരും യക്ഷന്മാരും എല്ലാം ഈ ശരീരത്തെ വന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ആക്രമം, അവർ ആക്രമമൊന്നും നിർത്തിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് ശരീരം, എന്നിട്ടും ആ ശരീരം വിട്ടുപോകാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിലും അദ്ദേഹം മനസ്സില്ലാ മനസ്സോടെ ആ ശരീരം വിടാൻ ആരംഭിച്ചു. എൻ്റെ 11 പറയാണ്, ഭയരാജാവിൻ്റെ ജ്യേഷ്ഠ സഹോദരനായ പ്രജ്വരൻ എന്ന് പറഞ്ഞാൽ ആ ജ്വരം, രോഗങ്ങൾ നശിപ്പിക്കാൻ വരുമ്പോൾ രോഗങ്ങൾ വന്നിട്ടാണ് ആക്രമിക്കുക. അപ്പം ആ രോഗങ്ങൾ അനിയനെ, ഭയരാജാവിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ആ ശരീരത്തെ എല്ലാം ചുട്ടെരിച്ചു എന്ന് പറഞ്ഞാൽ പനി അങ്ങനെ കൂടി ശരീരത്തെ ഒരുമാതിരി ചുട്ട് എരിച്ചു കളഞ്ഞു. അങ്ങനെ ചുട്ടരിച്ചപ്പോൾ 12 പറയുകയാണ്, അങ്ങനെ ആ ശരീരം ചുട്ടരിച്ചപ്പോൾ ആ വീട്ടിലുള്ള ബാക്കി എല്ലാവരും, ഭാര്യയും പൗത്രാദികളും മറ്റേ രാജാവെല്ലായിരുന്നല്ലോ, അപ്പം സിൽബന്ധികളും എല്ലാം കൂടിയിട്ട് അവർ സന്താപം രേഖപ്പെടുത്തി. കാരണം ദുഃഖിച്ചു, അവർക്ക് ദുഃഖമെല്ലാം ഉണ്ട്, ദുഃഖമില്ലാതെയില്ല. കാരണം
ദുഃഖമുണ്ട്. ആ സമയത്ത് അവർ ദുഃഖിച്ചു. പക്ഷേ ഈ കിടക്കയിൽ കിടക്കുന്ന സമയമാണല്ലോ ഈ പ്രശ്നം. പിന്നെ മരിച്ചു കഴിഞ്ഞാൽ ഒരാശ്വാസം. പിന്നെ എല്ലാവരും ദുഃഖം, അനുശോചനം, ഇതെല്ലാം പിന്നത്തെ പരിപാടി. ആ അവസരത്തില് 13 പറയുന്ന ആ പുരപാലക, ആ ദേശത്തിലുള്ള പാലകന്മാർ, മറ്റുള്ളവരെല്ലാം ഉണ്ടല്ലോ, അനുചരന്മാരെല്ലാം, അവരും എല്ലാ കൂട്ടത്തിൽ ആ ദേശം മുഴുവൻ എന്തായി ദുഃഖിച്ചു. ആ മരിക്കുന്ന മുമ്പുള്ള അവസ്ഥ പറയുകയാണ്. വല്ലാത്ത വേദനയല്ല അവന്, പലതരം വേദനകൾ, പനി പിടിച്ച് ശരീരം മുഴുവൻ ആക്രമിക്കുകയാണല്ലോ. അപ്പം പലതരം വേദന നിമിത്തം വിറഞ്ഞു തുള്ളുന്ന അവന് വിറയലെല്ലാം വന്ന്, പനി പിടിച്ച് വറക്കുന്നെല്ലാം പറഞ്ഞു കേട്ടിട്ടില്ല. വിറവന്ന് തുള്ളാൻ തുടങ്ങിയ അവന് അവിടെ ഒരു സംരക്ഷണവും കിട്ടിയില്ല. ആർക്കും അവനെ സംരക്ഷിക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. ആ മരിക്കുന്നതിനെക്കാട്ടിയും തൊട്ട് മുമ്പിൽ തീപിടിച്ച മരപ്പൊത്തിൽ നിന്ന് സർപ്പം പുറത്തേക്ക് ചാടുമല്ലോ. ഒരു മരത്തിന് തീപിടിച്ച അതിനകത്ത് ഒരു സർപ്പം ഉണ്ടെന്നത് പുറത്തേക്ക് ചാടുന്നത് പോലെ അവനും അത് പൊട്ടുപോകാൻ നിർബന്ധിതനാവുകയാണ്. അവന് പോകാൻ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മരത്തിന് തീ പിടിച്ചു കഴിഞ്ഞാൽ പൊത്തിക്കിടുന്നത് നിർബന്ധം. ഒടുവിൽ അവസാനം എടുത്ത് ചാടും. അതുപോലെ തന്നെ ചാടുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ 14 പറയുന്നു, അങ്ങനെ അവയവങ്ങളെല്ലാം തകർന്ന് പുത്തിൽ നിന്ന് ചാടാൻ നിൽക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ യക്ഷന്മാരും ഗന്ധർവന്മാരെല്ലാം വന്നിരിക്കുന്നില്ല. അവരല്ലേ വന്ന് കയറിയിരിക്കുന്നത്. അവർ കയറിയിട്ട് അവൻ്റെ കൗത്തിന് പിടിച്ചു. കഴുത്തിന് പിടിച്ചിട്ട് ശ്വാസം നിൽക്കുമ്പോഴാണല്ലോ മരിക്കുന്നത്. അപ്പോൾ അവൻ്റെ കഴുത്തിന് അമർത്തി പിടിച്ചപ്പോൾ അവനെന്ത് പറ്റി? അവൻ കരഞ്ഞുപോയി എന്ന് പറയുകയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കഴുത്തിന് പിടിച്ചപ്പോഴും മരണം പോകുന്ന അവസരത്തിലും അവൻ ചിന്തിച്ച് എന്താണെന്നറിയാം? എൻ്റെ ഈ പുരം, ഈ ശരീരം, പുത്രന്മാരുടെ ഭാര്യമാർ, പുത്രിമാരുടെ ഭർത്താക്കന്മാർ, ഞാൻ, എൻ്റെ എന്നുള്ള ചിന്തയോടുകൂടി ബുദ്ധിദോഷം പ്രവഹിച്ച് അപ്പോഴും അവൻ ഇതെല്ലാം ചിന്തിക്കുന്നത്. എൻ്റെ ദേശം, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അങ്ങനെയുള്ളൊരു ബുദ്ധിദ്രോഹം വന്ന് അവരെല്ലാം ഒരുമാതിരി നോക്കാതെ, അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ അവസ്ഥയിലെത്തിയതാണ്. ഇത് കണ്ടിട്ടും അവരെ പറ്റിയെല്ലാം ചിന്ത. എന്നിട്ട് ബുദ്ധിദോഷം വന്നു. അപ്പോഴും അവൻ്റെ ബുദ്ധിക്ക് ദോഷം സംഭവിച്ചിട്ട് ഗൃഹസ്ഥവൃത്തിയിൽ ഏർപ്പെട്ട കുടുംബനാഥനായി കഴിഞ്ഞിരുന്നവരാണ്. ഗൃഹസ്ഥാശ്രമ ജീവിതം സ്വീകരിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് കുടുംബവാനായിട്ട് കഴിഞ്ഞിരുന്ന പുരഞ്ജനൻ ഭാര്യയോട് അപ്പോൾ കുടുംബമായിട്ട് കഴിഞ്ഞിരിക്കുന്ന ആ പുരഞ്ജനന് ഭാര്യയോട് പിരിയേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഭാര്യയോട് പിരിയേണ്ട അവസ്ഥ വന്നപ്പോൾ ഈ കഴുത്തിന് പിടിച്ചിരിക്കുന്ന അവസരത്തിൽ അവൻ ചിന്തിക്കുകയാണ്. എന്താണ് ചിന്തിക്കുന്നത്? 18 ഞാൻ പരലോകം പ്രാപിക്കണമേ, എനിക്ക് പരലോകത്തിലേക്ക് പോവുകയാണ്. അസഹ്യയായ കുടുംബഭാരം, ഈ കുടുംബത്തിൻ്റെ ഭാരം ഇതുവരെ ഞാനാണ് നോക്കി നടന്നത്. ഇനിയിപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ എന്ത് ചെയ്യും? വഹിക്കേണ്ട അവൾ, ഈ ഭാരയിൽ ഇനി അവളെ ചുമലിൽ വരികയാണ്. കുഞ്ഞു മക്കളെയെല്ലാം ഓർത്തിട്ട്, ഈ ഭാരമെല്ലാം അവളെ ചുമന്നുകൊണ്ട് മറ്റുള്ള കുഞ്ഞു മക്കളെയെല്ലാം ഓർത്തുകൊണ്ട് എങ്ങനെ കഴിഞ്ഞുകൂടുമോ എന്തോ. ഇനി അതെല്ലാം ഭാരമെല്ലാം അവളെ കഴുത്തിൽ പിന്നെയാണ്. ഈ കുഞ്ഞു മക്കളെയെല്ലാം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അവളെ തലയിൽ വരികയാണ്. അവളെങ്ങനെയാണോ ഇത് കഴിഞ്ഞുകൊണ്ട് ആവും. ഇതൊരു മനുഷ്യൻ മരിക്കുമ്പോൾ ഭാര്യയെ പറ്റി ചിന്തിക്കുന്ന നിലയിലാണ് ഇവിടെ പറയുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇത് ജീവാത്മാവ് ഈ ശരീരം, ഭാര്യയാവുന്ന ശരീരത്തെയാണ് വിട്ടുപോകുന്നത്. ഈ ശരീരത്തെ പറ്റിയാണ് ചിന്തിക്കുന്നത്. വിട്ടുപോകുന്ന ഈ ശരീരത്തെ പറ്റിയാണ്. ഞാനുണ്ടെങ്കിലേ ഈ ശരീരം നിലനിൽക്കുകയുള്ളൂ. ഞാൻ പോയാൽ ഇനി ഈ ശരീരം എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്ന് പറയുന്നതായിട്ട് കൂടി ഇതിനെ കാണണം. സാധാരണ നിലയിൽ ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യനെ പറ്റി ചിന്തിക്കുന്നതായിട്ടാണ് പറയുന്നുണ്ടെങ്കിലും ഇവിടെ പുരഞ്ജനൻ ആത്മാവാണ്, ഭാര്യ എന്ന് പറയുന്നത് ഈ ശരീരമാണ്. അപ്പം ഈ ശരീരത്തിന് ആത്മാവ് പോയി കഴിഞ്ഞാൽ നിലനിൽപ്പില്ല. അതിൻ്റെ അവസ്ഥ എന്താവുമോ എന്തോ എന്ന് ഈ ശരീരത്തോടുള്ള ആഗ്രഹം അവൻ എന്നെയും വിട്ടിട്ടില്ല. എൻ്റെ 19 പറയാണ്, എന്നെ ആശ്രയിച്ചിരിക്കുന്ന ഇവിടെ, എന്നെ ആശ്രയിച്ചാണ് ഈ ശരീരം നിലനിർത്തുന്നത്. അവിടെ എന്തായിരുന്നു? ഞാൻ ഉണ്ണാതപ്പോൾ ഉണ്ണില്ല, ഞാനില്ലെങ്കിൽ ഉണ്ണില്ലെങ്കിൽ അവൾ. അതായത് ശരീരം ഉണ്ണുമ്പോൾ അവന് ഉണ്ണുന്നെന്ന് പറഞ്ഞാൽ തിരിച്ചു പറയുന്നതേ ഉള്ളൂ.
ഇവിടെ തിരിച്ചു പറയുകയാണ് അവസരത്തിനൊത്ത്. യഥാർത്ഥത്തില് പണ്ട് പറഞ്ഞ എന്താണ്, ശരീരത്തിന് വിശപ്പുണ്ടാകുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് സന്തോഷിക്കുമ്പോൾ അവനും സന്തോഷിക്കും, ശരീരം കള്ളുകുടിക്കുമ്പോൾ അവനും കള്ളുകുടിക്കുന്നതാണ്. ഇപ്പോ തിരിച്ചു പറയുകയാണ്, ഞാനില്ലാതെ ഉണ്ണാതപ്പോൾ അവൾ ഉണ്ണില്ല, ഞാൻ കുളിക്കാതപ്പോൾ അവൾ കുളിക്കില്ല, ഞാൻ ദ്വേഷിക്കുമ്പോൾ അവൾ പേടിച്ചു നിൽക്കും, ഞാനെന്തെങ്കിലും ദേഷ്യപ്പെടുത്തിയാൽ അവൾ പേടിച്ചു നിൽക്കും, വല്ല ദേഷ്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ വായ ഒതുക്കുക, ഒതുങ്ങിക്കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. എന്നിട്ട് 20 പറയുകയാണ്, വിവേകഭ്രഷ്ടനാകുമ്പോൾ അവൾ ബോധവാനാക്കാറുണ്ട്. എനിക്കെന്തെങ്കിലും വിവേകം നഷ്ടപ്പെടുമ്പോൾ, എന്തെങ്കിലും പരവശനായിരിക്കുമ്പോൾ അവൾ എന്നെ ബോധവാനാക്കാറുണ്ട്. വീരമാതാവങ്ങൾ, ഈ ശരീരം വീരം തന്നെയാണ്, എല്ലാ കർമ്മവും ചെയ്യുന്നത് ഈ ശരീരം തന്നെയാണ്, അല്ലാതെ ആത്മാവല്ല. അവള് വീരമാതാവ് തന്നെയാണ്. എങ്കിലും വിരഹ ദുഃഖത്തില് ഞാനുമായിട്ട് ഇപ്പം ഈ ജീവാത്മാവുമായിട്ട് ബന്ധം പോകുമ്പോൾ, വിരഹം സംഭവിക്കുമ്പോൾ, മറ്റുള്ള വീട്ടുകാര്യങ്ങൾ, ശരീരത്തിന്റെ കാര്യങ്ങളിലല്ലേ ഇനി അവർ ശ്രദ്ധിക്കുക എന്തോ. അത് കുടുംബകാര്യത്തിലാണ്. ഭാര്യയ്ക്കിനി ഭർത്താവ് ചിന്തിക്കുന്നതാണ്, മരിക്കാൻ പോകുമ്പോൾ ഭാര്യ ഇനി ഈ കുടുംബകാര്യമെല്ലാം ശ്രദ്ധിക്കുക എന്ന് പറയും പോലെ, ഇവിടെ ജീവാത്മാവ് പോകുമ്പോൾ ആലോചിക്കുകയാണ്, ഈ ശരീരം, അവനെപ്പോഴും ഈ ശരീരത്തിലാണ് താല്പര്യം, ഈ ശരീരത്തിനെ അവൾ സംരക്ഷിച്ച് ഇതേപോലെ വെക്കുമോ. ഇപ്പം മരിച്ചാലും ശരീരത്തോടുള്ള ആഗ്രഹം, മരിക്കുന്ന സമയത്തും ശരീരത്തിനോടുള്ള ആഗ്രഹം വിടുന്നില്ല. അതെപ്പോഴേ പറ്റുള്ളൂ, ശരീരം വിട്ടാലേ പറ്റുകയുള്ളൂ. അതുവരെ ഈ ശരീരത്തിൻ്റെ അടിമയാണ്. പിന്നെ അവൻ ചിന്തിക്കുകയാണ്, ഞാൻ വിട്ടുപോയാൽ എൻ്റെ പുത്രന്മാരും പൗത്രന്മാരും എല്ലാം ഒരു പൊളിഞ്ഞ കപ്പലിൽ ഇരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെയാണ് കഴിഞ്ഞുകൂടുക. മരിക്കുന്ന സമയത്തും ഇങ്ങനെ ബന്ധനം, മനുഷ്യര് പലതരം ബന്ധനങ്ങളുണ്ട്, അതാണ് കാണിക്കുന്നത്. നമ്മളെ ജീവാത്മാവ് പലതരം ബന്ധനത്തിലകപ്പെട്ടാണ് നമ്മൾ കഴിയുന്നത്. മരിക്കുന്ന സമയത്താണ് ഈ ബന്ധങ്ങളെപ്പറ്റി, മക്കളെപ്പറ്റി, എല്ലാവരെപ്പറ്റി, അവരിനി എങ്ങനെ കഴിഞ്ഞുകൂടും, പൊളിഞ്ഞ കപ്പലിൽ ഇരിക്കുന്ന അവസ്ഥയിലെ അവർക്ക് എന്നെല്ലാം ചിന്തിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മളെ ശരീരം, നമ്മളെ മനസ്സ്, നമ്മളെ ജീവാത്മാവ്, നമ്മിലെ ഞാനെന്ന ആ ശക്തി, ഞാനെന്നതിന് ബോധമുണ്ടാക്കുന്ന ആ ശക്തി എത്രമാത്രം ബന്ധനങ്ങളിലാണ് അകപ്പെട്ടിരിക്കുന്നത്. അതാണ് സംസാര ബന്ധനം. ഈ ശരീരവുമായും പുത്രപത്രാദികളും എല്ലാമായിട്ട്, ഈ സമൂഹമായിട്ട് എല്ലാം ഉള്ള ബന്ധനം. ഇത്രയും ബന്ധനത്തിലാണ് നമ്മൾ. ഈ ജീവാത്മാവ് നമ്മിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ബന്ധനങ്ങൾ അതിൻ്റെ കൂടെ വരികയാണെന്ന് പലപ്പോഴും പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ ഇതിലൂടെ വിവരിച്ചു തരികയാണ്. 22 പറയുകയാണ്, ഇപ്രകാരം ചെറിയ നിസ്സാരമായ ബുദ്ധിയിൽ അനുദപിച്ചു കൊണ്ടിരിക്കുന്ന പുരഞ്ജനനെ ഭയം എന്ന അത് കടന്നു പിടിക്കുന്നു. എന്നിട്ട് അവർ ആ പുരഞ്ജനനെ പശുവിനെ വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ, കാര്യം കെട്ടിയിട്ടാണല്ലോ വലിച്ചു കൊണ്ടുപോകുക, അതുപോലെ ആ യവനന്മാരും അനുചരന്മാരും എല്ലാം കൂടിയിട്ട് അദ്ദേഹത്തെ വലിച്ചെടുത്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ സർപ്പവും, അവൻ്റെ ജീവനെ നിലനിർത്തിയിരുന്ന സർപ്പം, അതായത് പ്രാണങ്ങള്, അതും ആ പുരത്തെ വിട്ടുപോയി. അതായത് നമ്മളെ ജീവൻ പോകുമ്പോൾ, ജീവാത്മാവ് പോകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ പ്രാണങ്ങളും എല്ലാം ശരീരം വിട്ട് പോകും. 25 പറയാണ്, ബലശാലിയായ പുരഞ്ജന രാജാവില്ല, നല്ല ബലവാനായിരുന്നു. അദ്ദേഹത്തെ ബലാത്കാരനെ ഇങ്ങനെ പിടിച്ചു കൊണ്ട് പോയപ്പോൾ അയാൾ എന്തായി, അന്ധകാരത്തിന്, കണ്ണല്ല ശരീരം വിട്ടാൽ പിന്നെ ഒന്നും കാണാൻ പാടില്ല, പിന്നെ അന്ധകാരമാണ് ആ ലോകം. അന്ധകാരത്തിലകപ്പെട്ട അയാള് മുന്നിലുള്ള ഹിതകാരിയായ അജ്ഞാതനെ കണ്ടെത്തിയില്ല. അദ്ദേഹത്തിനെ സഹായിക്കുന്ന ഒരു അജ്ഞാതൻ മുന്നിലുണ്ടായിരുന്നു, നയിച്ചു കൊണ്ടുപോകുന്ന, അവനെ കണ്ടെത്തിയില്ല. ഒരു ജീവാത്മാവ് പാരലായിട്ട് ഒരു സാക്ഷിയായിട്ട്, ജീവാത്മാവിൻ്റെ കൂടെ ഒരു പരമാത്മാവ് സാക്ഷിയായിട്ട് നിൽക്കുന്നുണ്ട്, അതിനെ അത് കണ്ടില്ല. എന്നിട്ടോ 26
ചില കൊല്ലപ്പെട്ട യജ്ഞപശുക്കൾ ഇവന്റെ ദുഷ്ടപ്രവൃത്തിയെ ഓർമ്മിച്ചുകൊണ്ട് ക്രുദ്ധരായ കോടാലിയാൽ അവനെ വെട്ടിക്കീറി എന്ന് പറയുകയാണ്. അതുവരെ അവൻ ആരായെല്ലാം ദ്രോഹിച്ചിട്ടുണ്ടോ, യജ്ഞപശുക്കളായിട്ടുണ്ടോ, അവന്റെ ദ്രോഹം സഹിച്ചവരെല്ലാം ഇവനങ്ങ് എന്നാ പിന്നെ അവിടെ വെച്ചിട്ട് അവനെ ശരിയാക്കാമെന്നുള്ള നിലയിൽ വെട്ടിക്കൂറാൻ വന്നു എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ ആരെയെല്ലാം ഉപദ്രവിച്ച് എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അവരും ദുഷ്ടന്മാരും കള്ളന്മാരും എല്ലാം എത്തിച്ചേരുന്ന ഒരേ സ്ഥലത്ത് തന്നെയാണ്. നമ്മൾ പാപം ചെയ്താലും പുണ്യം ചെയ്താലും നമ്മൾ രാജാവ് അവൻ ഭൃത്യനാണെങ്കിലും നമ്മൾ മരിച്ചു കഴിയുമ്പോൾ രണ്ടും എത്തിച്ചേരുന്ന ഒരുത്തി തന്നെയാണ്. അപ്പോൾ അവൻ ഈ രാജാവിനെതിരായിട്ട് വെട്ടിക്കയറാൻ നടക്കുമെന്നാണ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ എന്ത് ഉച്ചനീചത്വങ്ങളും ഇതെല്ലാം കാണിച്ചാലും അവിടെ എത്തുമ്പോൾ എല്ലാവരും സമാനരാണ്. അങ്ങനെ 27 സ്ത്രീ വിഷയമായ ആസക്തിയിൽ മുഴുകിയ ദൂഷിതനായ സ്ത്രീ വിഷയമായ ആസക്തിയിലായിരുന്നു ഇത്ര കാലം അദ്ദേഹത്തിൻ്റെ മനസ്സ്. അങ്ങനെ മനസ്സ് ദുഷിച്ചിരുന്ന അദ്ദേഹം വളരെ കാലം അന്ധകാരത്തിൽ, അത് മരിച്ചു കഴിഞ്ഞാൽ കുറേ കാലം എന്തായിരിക്കും, പിന്നെ ആ അന്ധകാരമായ ലോകത്തിൽ കാണാ കടലിലെ പോലെ മുഴങ്ങിക്കിടന്നു. അവിടെ ഒരു സ്ഥലങ്ങളൊന്നുമില്ല, കര കാണാ കടൽ പോലെ ആ അങ്ങനെ അന്ധകാരമായ ലോകത്തിൽ അവനങ്ങനെ മുഴുകിക്കിടന്നു എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ശൂന്യം. ആ ശൂന്യമായ സ്ഥലത്ത് അങ്ങനെ കിടന്നു. എന്നിട്ട് 28 ഭാര്യയെ തന്നെ മനസ്സാലെ സ്മരിച്ചുകൊണ്ട് മരിച്ചുപോയ പുരഞ്ജനൻ. മരിക്കുമ്പോൾ ഭാര്യയെ ഓർത്തിട്ടാണല്ലോ ചിന്തിച്ചത്. അപ്പം മരിക്കുമ്പോൾ എന്ത് ചിന്തിച്ചാലും അതായിട്ട് ജനിക്കുമെന്നാണ് വെപ്പ്. അപ്പം മരിക്കുമ്പോൾ ഭാര്യനെ പറ്റി ചിന്തിച്ച് മരിച്ചത് കൊണ്ട് ഒരു സ്ത്രീനെ പറ്റിയാണല്ലോ, ഭാര്യയെ പറ്റിയാണല്ലോ ചിന്തിച്ച് മരിച്ചത്. അതുകൊണ്ട് അടുത്ത ജന്മത്തിൽ രാജശ്രേഷ്ഠനായ വിദർഭന്റെ ഗൃഹത്തിൽ ഒരു പെൺമണിയായി ജനിച്ചു. അപ്പം മരിക്കുന്ന സമയത്ത് ഭാര്യനെ പറ്റി ചിന്തിച്ചത് കൊണ്ട്, പെണ്ണിനെ പറ്റി ചിന്തിച്ചത് കൊണ്ട് അടുത്ത ജന്മത്തിൽ ഭാര്യയായി മാറാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണായിട്ട് ജനിച്ചു. അപ്പം പുനർജന്മം സംഭവിക്കുമ്പോൾ നമ്മൾ മരിക്കുമ്പോൾ എന്താണോ ചിന്തിക്കുന്നത് അതായിട്ട് ജനിക്കുന്നത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ഭാര്യനെ ചിന്തിച്ചുകൊണ്ട് അതിൽ നീ ഭാര്യയായിട്ട് തന്നെ അടുത്ത ജന്മം ജനിക്കും. ഇനി 29 ശത്രുക്കളുടെ മേൽ വിജയം വരിച്ച ധീരനായ മരധ്വജൻ എന്ന പാണ്ഡ്യൻ വിദർഭ രാജകുമാരിയെ വിവാഹം കഴിച്ചു. അപ്പോൾ ഇവളെ വേറൊരു ധീരനായ രാജാവാണ് വിവാഹം കഴിച്ചത്. അയാൾക്ക് അവളിൽ 30 പറയാണ്, അവളിൽ ഒരു പുത്രിയെയും 7 പുത്രന്മാരെയും ജനിപ്പിച്ചു. ആ 7 പുത്രന്മാരാണ് തമിഴ്നാട്ടിലെ 7 രാജാക്കന്മാർ എന്ന് പറയുകയാണ്. എന്നിട്ട് അവരിൽ 31 പറയണം, അവരിൽ ഓരോരുത്തർക്കും കോടിക്കണക്കിന് സന്താന പരമ്പരകൾ ഉണ്ടായി, അവരിലൂടെ മന്യന്തരങ്ങൾ സംരക്ഷിക്കപ്പെട്ടു. അങ്ങനെയാണ് പുതിയ മക്കൾ ഉണ്ടായിട്ട് പുതിയ മന്വന്തരങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ മരിച്ചാൽ വേറൊന്നായിട്ട് ജനിക്കും, അവരുടെ പുത്രന്മാരുണ്ട്, അത് ആണോ പെണ്ണോ എന്തോ ആയിട്ട് ജനിക്കാം. 32 പറയുന്നു, ഒരു പുത്രി ഉണ്ടായി എന്ന് പറഞ്ഞത് 32 പറയുകയാണ്. ആ പുത്രിയെ, മൂത്ത പുത്രിയെ അഗസ്ത്യൻ വിവാഹം കഴിച്ചു. അവനിൽ ദൃഢച്യുതി എന്ന മുനിയുണ്ടായി. അവനിലൂടെ ഉദ്മവാഹൻ എന്ന പുത്രനും ഉണ്ടായി. അപ്പോൾ ഓരോ തലമുറകളെ പറഞ്ഞിട്ട് അതിലൂടെയാണ് പിന്നെ ബാക്കിയുള്ള കഥകളെല്ലാം പറഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഓരോ കഥാപാത്രങ്ങളെയാണ് സൃഷ്ടിച്ചു വെക്കുകയാണ് ആ സൃഷ്ടിക്രമത്തിൽ. 33 മലയധ്വജൻ, അതായത് ഇവിടെ കല്യാണം കഴിച്ചവൻ ഭൂമിയെ മക്കൾക്കായിട്ട് പങ്കിട്ട് കൊടുത്തിട്ട് ശ്രീകൃഷ്ണ ചിന്തയിൽ മുഴുകിയിട്ട് മലയഗിരിയിലേക്ക് പോയി. മക്കളെ ഏൽപ്പിച്ചിട്ട് അയാൾ പോയി. രാജകുമാരിയാകട്ടെ രാജകൊട്ടാരവും പുത്രന്മാരെയും വിഷയസുഖങ്ങളെയും എല്ലാം വിട്ട് പാണ്ഡുരാജാവിനെ പിന്തുടർന്നു. അപ്പോൾ അവളും എന്ത് ചെയ്ത് ഈ കുടുംബമെല്ലാം വിട്ടിട്ട് രാജാവ് പോയപ്പോൾ ആ രാജാവിൻ്റെ പിന്നാലെ അവളും പോയി. ഇനി 35 എന്നിട്ട് അവർ പോയ മലയഗിരിയിലേക്കെല്ലാം പോയത് അവിടെ 3 നദികളുണ്ട് എന്ന് പറയുകയാണ്. ചന്ദ്രവസ, താമ്രപർണി,
വഡോദക എന്നീ 3 നദികളുണ്ട്. അവിടെ കുളിച്ച് അവിടെ ഇറങ്ങിയിട്ട് ശരീരശുദ്ധിയെല്ലാം വരുത്തി മനസ്സ് ശുദ്ധിയെല്ലാം വരുത്തിയതിന് ശേഷം പുല്ലുകൾ, പഴം, പൂക്കൾ എന്നിവയിൽ ദിവസം കഴിച്ചു കൂട്ടിയതാണ്. ഭക്ഷണമെല്ലാം പുല്ലായാലും ഫലങ്ങൾ, കിട്ടുന്ന ഫലങ്ങൾ, പൂക്കൾ. എന്നിട്ട് അവരെ തപസ്സനുഷ്ഠിച്ചു. എൻ്റെ 37 ചൂടും തണുപ്പും സമദർശിയായി, നല്ല ചൂടായാലും വേണ്ടിയില്ല, തണുപ്പായാലും വേണ്ട, അതിനെല്ലാം ഒരേപോലെ കണ്ടുകൊണ്ട് തപസ്സനുഷ്ഠിക്കുക എന്നാൽ പിന്നെ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോവുകയാണ്. കണക്കാക്കി വിശപ്പ്, ദാഹ്യം എന്നിവയെല്ലാം ജയിച്ചു. ചൂടായാലും വേണ്ടിയില്ല, തണുപ്പായ. അപ്പം നമ്മൾ തപസ്സിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം വിട്ടെറിഞ്ഞ് ഉടുതുടിയാണൊക്കെ വിട്ടിച്ചിട്ടാണ് പോവുക. എന്നിട്ട് ഏതെങ്കിലും ഗുഹയിൽ അവിടുത്തെ ചൂടായാലും വേണ്ടിയില്ല, തണുപ്പായാലും വേണ്ടിയില്ല, വിശപ്പും ഇല്ല, ദാഹവും ഇല്ലാതെ മാറി എന്നിവയെല്ലാം ജയിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞു. എന്നിട്ട് 38 വിശപ്പ്, ദാഹം എന്നിവയെല്ലാം നിയന്ത്രിക്കുക വഴി കാമാദി വികാരങ്ങളെ കീഴടക്കി. അങ്ങനെ വിശപ്പും ദാഹവും എല്ലാം നിയന്ത്രിച്ചപ്പോൾ തിന്നുകയും കുടിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കാമം ഉണ്ടാവില്ല. ആ കാമവികാരങ്ങളെയും അടക്കി യമനിയമങ്ങളെല്ലാം പാലിച്ചിട്ട് ആത്മാവിൽ ലയിച്ചു. അങ്ങനെ അവർ അവരുടെ ജീവിതം അവസാനിച്ചു. എന്നിട്ട് ആത്മാവിൽ ലയിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് ബ്രഹ്മത്തിൽ പോയി ലയിക്കുക. സന്യാസി അവസാനം പോയി എത്തിച്ചേരുന്ന സ്ഥലമാണ്. ആ ബ്രഹ്മമേ ശരണം എന്ന് വെച്ചുകൊണ്ട് പിന്നെ മനസ്സിലായി തന്നെ ലയിക്കേണ്ടിയിരിക്കും. വർഷങ്ങളോളം തൂണുപോലെ അടക്കമില്ലാതെ നിലകൊണ്ടു. പകൽ ബത്തിയിൽ മറ്റുള്ളതൊന്നും അറിഞ്ഞില്ല. ഒന്നും അറിയാതെ, മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയാതെ വർഷങ്ങളോളം അങ്ങനെ കിടന്നു. 40-41 അങ്ങനെ 40-41 പറയുന്നു. അങ്ങനെ നിർമ്മല വിജ്ഞാന പ്രദീപത്താൽ നിർമ്മലനായി ശരിയായ ജ്ഞാനം ആത്മബോധത്തിൽ മനസ്സിനെ അർപ്പിച്ചുകൊണ്ട് ആത്മാവിങ്കൽ ബോധിപ്പിച്ചവനായി ആത്മാവിൽ തന്നെ, ആ പരമാത്മാവിൽ തന്നെ മനസ്സർപ്പിച്ചുകൊണ്ട് മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും അദ്ദേഹം എന്തായി മനസ്സിനെ വിടുവിച്ചു. ആത്മാവിനെ പരമാത്മാവിനും പിന്നെ അതിൽ ബ്രഹ്മത്തെ ദർശിച്ചുകൊണ്ടും ഈ സംസാരത്തെ മറികടന്നു. അപ്പോൾ ആത്മാവിനെ പരമാത്മാവെ ലയിപ്പിച്ചതിന് ശേഷം പിന്നെ ബ്രഹ്മത്തെ മാത്രമേ കാണുന്നുള്ളൂ. ഈ ലോകത്തെ ഒന്നും കാണില്ല. കണ്ണും മൂക്കെല്ലാം നശിച്ചല്ലോ. പിന്നെ ബ്രഹ്മത്തിൽ മാത്രം. ശരീരമെല്ലാം നശിച്ചുപോയി, കാണാനും കേൾക്കാനുള്ള കഴിവില്ല. പിന്നെ ഉൾക്കണ്ണാലെ ആ ബ്രഹ്മത്തെ മാത്രം ദർശിച്ചുകൊണ്ട് ഈ സംസാരത്തെ മറികടന്നു. ഇതാണ് ബ്രഹ്മസാക്ഷാത്കാരത്തിൻ്റെ ലക്ഷ്യം. നമ്മളെല്ലാം ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോകും. പിന്നെ കാണൂല, കേൾക്കില്ല. ശരീരവും മനസ്സും കണ്ണും എല്ലാം അങ്ങ് നിശ്ചലമാണ്. ഇനി എവിടെയെങ്കിലും പോയി വീഴും. കണ്ണുണ്ടാകും, കാണൂല, കേൾക്കില്ല, ഒന്നുമില്ല. മനസ്സിൽ ഒരു ചിന്ത മാത്രം ഉണ്ടാവും, ബ്രഹ്മത്തിൽ നിന്ന്. അങ്ങനെ ആ ബ്രഹ്മത്തിൽ പോയി ചേരുമ്പോൾ കഴിഞ്ഞു, ജീവിതം കഴിഞ്ഞു. പിന്നെ മരണമൊന്നുമില്ല. ഈ ശരീരം അവിടെ കിടന്നിട്ട് അങ്ങ് ലയിച്ചു പോകും. ഇതാണ് സന്യാസം, ആത്മീയതയുടെ വഴി. ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. 43 ഭാര്യയെയും വിഷയസുഖങ്ങളെയും ഉപേക്ഷിച്ച് സ്വഭർത്താവിനെ അവൾ ശുശ്രൂഷിച്ചു. അപ്പൊ ഈ സമയത്ത് ഇത് രാജാവാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ അവനെ പിന്തുടർത്തുകൊണ്ടാണല്ലോ ഭാര്യയും ചെന്നത്. ഇവളെന്ന് പറഞ്ഞാൽ പണ്ടത്തെ പുരഞ്ജനൻ, ഇപ്പൊ സ്ത്രീയായിട്ട് ജനിച്ച് ഇയാളുടെ ഭാര്യയായിട്ട്. അപ്പം ഭാര്യയും വിഷയസുഖങ്ങളെയും ഉപേക്ഷിച്ച ആ ഭർത്താവിനെ അവളും എന്ത് ചെയ്തു? ശുശ്രൂഷിച്ചു. അവളും മരപുരിയെല്ലാം എടുത്ത് 44 ജട പിടിച്ച തലമുടി. അവളും പിന്നെ ഇതൊന്നുമില്ല, തലമുടി ചെയ്തലുമില്ല, ഒന്നുമില്ല. അവിടെ അഗ്നിയോട് ചേർന്ന നാളം പോലെ, അഗ്നിയോട് ചേർന്ന അതിൻ്റെ നാളം പോലെ ഭർത്താവിൽ പ്രവേശിച്ചു. അഗ്നിയിൽ അതിൻ്റെ നാളം ചേരും. അവസാന നാളം വന്ന് അഗ്നിയിൽ ചേരുന്ന പോലെ അവളും ഭർത്താവിൽ ലയിച്ചു. ബ്രഹ്മത്തിൽ ലയിച്ചു. രണ്ടും ബ്രഹ്മമായി മാറി. അപ്പം ഭർത്താവിൽ ലയിച്ചു എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പൊ ആ ഭർത്താവിലേക്ക് ലയിച്ചു എന്ന് പറയുമ്പോഴും ആ ഭർത്താവിന്റെ ശരീരത്തിൽ അവളും പോയി വീണു എന്ന നിലയിൽ ഇവിടെ എടുക്കണം. കാരണം 45 എന്താണ് പറയുന്നത്? ഈ അവസ്ഥയിൽ ആ പെൺമണി നിത്യശാന്തി അടഞ്ഞ ഭർത്താവിനെ ആസനത്തിൽ ഇരിക്കുന്നതായിട്ടാണ് സങ്കല്പിച്ചത്. അപ്പോൾ ഒരു ആസനത്തിൽ ഇരിക്കുന്ന മാതിരിയാണ് അങ്ങനെ ജീവൻ പൊടിഞ്ഞിരിക്കുന്നത്. ആ ശരീരത്തിലാണ് അവളും പോയി ലയിച്ചത്. ലയിച്ചില്ല, അവളെ ആ ശരീരത്തിൽ പോയി ആ മാരണത്തിൽ പോയി വീണുവെന്നോ എന്തോ വേണ്ടിക്കൽ പറയാം. അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിലാണ് അവളും പോയി അതിനങ്ങ്
പതിച്ചു. അങ്ങനെ പതിച്ചപ്പോൾ അയാളുടെ കാല് തൊട്ടപ്പോൾ കാലിന് ചൂടില്ലാത്തതായിട്ട് അനുഭവപ്പെട്ടു. ചൂട് പോയി കഴിഞ്ഞാൽ പിന്നെ മരിച്ചെന്നുണ്ട്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞു. അപ്പം കൂട്ടം വിട്ട മേൺപേട പോലെ അവൾ ഭയങ്കര വ്യാകുലതയായി എന്ന് പറയുകയാണ്. ഇനി 47 വനത്തിൽ തന്നെത്താൻ അകപ്പെട്ടതായിട്ട് ചിന്തിച്ചുകൊണ്ട്, ഇപ്പം വനത്തിലാണ് ഇവർ അവസാനം അവിടെ പോയിട്ടാണ് അങ്ങേര് ജീവൻ വെടിഞ്ഞത്. അപ്പൊ അവളിപ്പം വനത്തിൽ ഒറ്റക്കായി. അപ്പം വനത്തില് തനിച്ചായ അവൾ സന്താപത്തോടെ ആശ്രുക്കൾ കണ്ണീര് പൊലിച്ചുകൊണ്ട് എന്ത് ചെയ്തു? വാവിട്ട് കരഞ്ഞു. പിന്നെ 48 ഏറ്റു പറഞ്ഞു, രാജാവെ എഴുന്നേൽക്കൂ. അവൾക്കും പണ്ട് ഭാര്യനെ ആലോചിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്ന പുരഞ്ജരൻ. ഇപ്പം സ്ത്രീയായി വന്നിട്ട് ഇപ്പം പറയുന്നത് എന്താണ്? രാജാവെ എഴുന്നേൽക്കൂ, എന്തും തട്ടിപ്പറിക്കാൻ ദുഷിച്ച നാടുവാഴികൾ എന്നിവരിൽ നിന്നും ഭൂമി മണ്ഡലത്തെ രക്ഷിക്കാൻ അങ്ങ് അർഹിക്കുന്നു. ഇപ്പൊ അവള് പണ്ട് രാജാവായിരുന്നു, ഭാര്യനെ പറ്റിയാണ് വിലപിച്ചെങ്കിൽ ഇപ്പോൾ ഭാര്യയായിരുന്നുകൊണ്ട് രാജാവിനെ പറ്റി വിലപിക്കുകയാണ്. എന്ത്? രാജാവേ എഴുന്നേൽക്കുക എന്ന്. കാരണം എന്തുകൊണ്ടെന്നാൽ എന്തും തട്ടിപ്പറിക്കാൻ നടക്കുന്ന ദുഷിച്ച നാടുവാഴികളെല്ലാം നാട്ടിലുണ്ട്. അവരിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കാൻ അങ്ങേക്ക് അർഹതയുണ്ട്. അതുകൊണ്ട് എഴുന്നേറ്റ് ഭൂമിയെ രക്ഷിക്കുന്നു തിരിച്ചു പറയുകയാണ്. 49 അവൾ ഇപ്രകാരം വിലപിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ ചേവടികളിൽ വീണ് കണ്ണുനീർ തൂകി. ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ആ ശരീരത്തിൽ വീണ് കണ്ണുനീർ തൂകി. പിന്നെ എന്ത് ചെയ്തു? പിന്നെ അവൾക്ക് ബോധം തോന്നുന്നു, സംസ്കരിക്കണമല്ലോ. അവൾ വിറക് കൊണ്ട് ചിത കൂട്ടി അതിൽ ഭർത്താവിൻ്റെ ശരീരം വെച്ച് തീ കൊളുത്തി ശേഷം സ്വയം മരിക്കുവാൻ തീർച്ചയായി. അവൾ പിന്നെ ചെതയിൽ ഒരുക്കിയിട്ട് ഭർത്താവിൻ്റെ ശരീരം അവിടെ വെച്ചിട്ട് കത്തിച്ചിട്ട് സ്വയം മരിക്കുവാൻ തീർച്ചയാക്കി. അപ്പോഴവിടെ 51 അപ്പോഴവിടെ പ്രായമായ ഒരു ബ്രാഹ്മണൻ വന്നിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന അവളോട് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവള് ഭർത്താവിൻ്റെ ചെരിയെല്ലാം ഒരുക്കിയെല്ലാം ചെയ്തു കഴിഞ്ഞ് സ്വയം ജീവൻ ഒടുക്കാൻ പോകുമ്പോഴാണ് പ്രായമായ ഒരു ബ്രാഹ്മണൻ വന്നിട്ട് അവളോട് സമാധാനിച്ചുകൊണ്ട് പറയുന്നു. അവളോട് ചോദിക്കുകയാണ്, നീ ആര്? ആരുടെ പുത്രി? ആരെക്കുറിച്ച് ദുഃഖിക്കുന്നുവോ അയാൾ ആരാണ്? മുൻകാലത്ത് നീ ആരെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നുവോ ആ എന്നെ നീ അറിയുന്നുണ്ടോ? നീ ഇപ്പം ആരെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്? നീ ആരാണ്? നീ ആരെപ്പറ്റി ചിന്തിച്ചിട്ടാണ് ഇപ്പം കരയുന്നത്? മുമ്പ് നീ ആരെപ്പറ്റി ചിന്തിച്ചിട്ട് കരഞ്ഞിരുന്നുവോ അയാളെ നീ ഇപ്പോൾ ഓർമ്മിക്കുന്നുണ്ടോ? ആ മുമ്പ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിൽ നീ ആരെപ്പറ്റിയാണോ ചിന്തിച്ചിട്ട് ദുഃഖിച്ചിരുന്നത് അതിനെപ്പറ്റി നീ ഇപ്പം ചിന്തിക്കുന്നുണ്ടോ എന്നാണ് വന്ന് ചോദിക്കുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ 53 കഴിഞ്ഞ ജന്മത്തിൽ പുരഞ്ജനൻ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ, ദുഃഖിച്ച് കഷ്ടപ്പാടോട് പോകുമ്പോൾ മുന്നിൽ പോകുന്ന ഒരു വ്യക്തിയെ ഓർത്തില്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ മുന്നിൽ പോകുന്ന വ്യക്തി പരമാത്മാവ് ആണ്. അതായത് നമ്മുടെ ഉള്ളിലുള്ള സാക്ഷിയായി നിൽക്കുന്ന പരമാത്മാവാണെന്ന് അവിടെ പറഞ്ഞില്ല. അങ്ങനെ ഒരു അവിജ്ഞാതൻ എന്ന നിലയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ്, ആ ശക്തി തന്നെയാണ് ഇപ്പോഴിവിടെ വന്നിട്ട് അവളോട് ചോദിക്കുന്നത്. സഖാവേ, അവിജ്ഞാനൻ എന്ന ഒരു സഖാവിനെ ഓർമ്മയുണ്ടോ? പണ്ട് ഞാൻ നിന്റെ മുമ്പിലോട്ട് നിന്നെ നയിച്ചു കൊണ്ടുപോയതാണ്. കഴിഞ്ഞ ജന്മത്തിൽ നീ മരിച്ചപ്പോൾ നിന്നെ നയിച്ചു കൊണ്ടുപോയത് ഞാനാണ്. ആ ശക്തിയായ ഞാനാണ് ഇപ്പോൾ ഞാനിവിടെ ഇരുന്ന് ചോദിക്കുകയാണ്, ആ എൻ്റെ സഖാവിനെ ഓർമ്മയുണ്ടോ? എന്നെ വെടിഞ്ഞിട്ടാണ് നീ അന്ന് സുഖഭോഗങ്ങളിൽ ആസക്തനായി പോയത്. അന്ന് നീ എന്നെ വെടിഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഒരു ജീവാത്മാവ് ഉണ്ടാകുന്നത് ഏതിൽ നിന്നാണ്? ആ പരമാത്മാവിൽ നിന്നാണ്.
ആ പരമാത്മാവിൽ നിന്നാണ് ജീവാത്മാവ് ഉണ്ടാകുന്നത്. ആ പരമാത്മാവും ജീവാത്മാവും അപ്പം ഭാര്യ ഭർത്താക്കന്മാരെ പോലെ തന്നെ ആയിട്ട് കാണണം, ദ്വയമാണ്. ആ പരമാത്മാവിൽ നിന്നാണ് ജീവാത്മാവ് ഉണ്ടാകുന്നത്. അപ്പം അതിനെ പിരിഞ്ഞു, പരമാത്മാവ് എന്ന് പറഞ്ഞാൽ നിർഗുണമാണ്, അതിന് ഒരു ഗുണവുമില്ല. അതിൽ നിന്നാണ് ജീവാത്മാവ് ഉണ്ടാകുന്നത്. ഈ ജീവാത്മാവ് ഉണ്ടാകുന്ന ശരീരത്തിൽ വരുമ്പോഴാണ് ഈ സുഖഭോഗ താല്പര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ സുഖഭോഗം അനുഭവിക്കാൻ വേണ്ടിയാണ് ശരീരം സ്വീകരിക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ അന്ന് എന്നെ വിട്ടുപോയ ആ എന്നെപ്പറ്റി നിനക്കിപ്പോൾ ഓർമ്മയുണ്ടോ? 54 പറയാണ്, അല്ലയോ മാന്യപുരുഷ, ഞാനും അങ്ങയും മാനസ സരോവരവാസികളും ചങ്ങാതികളായി ഹംസങ്ങളായിട്ട് സഹസ്രാബ്ദങ്ങളായി പ്രത്യേക സ്ഥാനമില്ലാതെ കഴിഞ്ഞിരുന്നു. അപ്പൊ ഈ ജനനത്തിന് മുമ്പ് ജീവാത്മാവും പരമാത്മാവും ഒന്നിച്ചായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ഒരു സ്ഥാനവുമില്ല, ശൂന്യമായൊരു സ്ഥലത്ത് ജീവാത്മാവ് പരമാത്മാവ് എന്നൊരു പ്രേരക ശക്തികളായിട്ടാണ് നമ്മൾ ഉണ്ടായിരുന്നത്. ഹംസ സമാനം. ഹംസം എന്ന് പറയുമ്പോൾ നമ്മളെ ശ്വാസത്തെ ഹംസമായിട്ടാണ് എടുക്കുന്നത്. അതായത് പ്രാണന് നമ്മൾ പോകുമ്പോൾ പ്രാണനും പോകും. ഇതെല്ലാം ഒരു സ്ഥലത്ത് ശൂന്യമായ സ്ഥലത്തുണ്ടായിരുന്ന ചില പ്രേരക ശക്തികൾ മാത്രമായിരുന്നു. അന്ന് നമ്മൾ ഒന്നിച്ച് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ 55 പറയാണ്, അപ്രകാരമുള്ള അങ്ങ് വിഷയ താല്പര്യം മൂലം, അപ്പോൾ അങ്ങക്ക് വിഷയ താല്പര്യങ്ങളും വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഭൗതിക സുഖങ്ങളിലെല്ലാം താല്പര്യം ജനിച്ചിട്ട് അങ്ങ് എന്നെ വിട്ടിട്ട് എവിടത്തേക്ക് പോയി? ഭൂമിയിലേക്ക് വന്നു. അങ്ങും ഇങ്ങുമെല്ലാം ചുറ്റി നടന്നു. എന്നിട്ട് ഒരുത്തിയാൽ നിർമ്മിക്കപ്പെട്ട ആവാസസ്ഥാനം കണ്ടെത്തി. ഒരുത്തിയാൽ നിർമ്മിക്കപ്പെട്ട ആവാസസ്ഥാനം. ആരാണ് ഈ ഒരുത്തി? മായ നിർമ്മിച്ച ഒരു ആവാസസ്ഥാനം, ഒരു ശരീരം നീ കണ്ടെത്തി. അപ്പൊ ഈ ജീവാത്മാവ് മായാൽ തീർത്ത ഒരു ശരീരം കണ്ടെത്തിയപ്പോൾ എന്നെയും വിട്ടിട്ട് നീങ്ങു പോന്നു, പരമാത്മാവിനെയും വിട്ടിട്ട്. എൻ്റെ 56 പറയാണ്, അവിടെ 5 പൂന്തോട്ടങ്ങളുണ്ട്, 9 പടിയുമ്മറങ്ങളും, 1 കാവൽക്കാരനും, 3 ചുറ്റുമതിലുകളും, 6 തനുവാണിക സ്തംഭങ്ങളും, 5 അങ്ങാടിത്തെരുവുകളും, 5 വിധ വസ്തുക്കളാൽ നിർമ്മിതമായ ശ്രീ നായകത്വത്തോടു കൂടിയതുമായിരുന്നു അത്. ആ ശരീരം എന്ന് പറയുന്നത് ഇങ്ങനെ 5 പൂന്തോട്ടങ്ങളെല്ലാം കൂടിയതാണ്. ശ്രീ നായകത്വം, ഒരു സ്ത്രീയുടെ നായകത്വത്തിലാണ് അതുള്ളത്. സ്ത്രീ എന്ന് പറഞ്ഞാൽ പുരുഷനും പ്രകൃതിയാണ്. അപ്പം പ്രകൃതി ശരീരമാണ്, അതിനെയാണ് സ്ത്രീ ആയിട്ട്. അങ്ങനെയുള്ളൊരു ശരീരമായിരുന്നു അന്ന് അത്. ആ ശരീരത്തിൻ്റെ 5 പൂന്തോട്ടം എന്നെല്ലാം പറയുന്നതിനെ ഇവിടെ വ്യാഖ്യാനിച്ച് 57, 58 പറയുകയാണ്, 5 വിധം ഇന്ദ്രിയ വിഷയങ്ങളാണ് പൂന്തോട്ടങ്ങൾ. 5 പൂന്തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ 5 വിധം ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള വിഷയങ്ങൾ. കണ്ണിൽ നിന്നാണ് വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ഒരു പൂന്തോട്ടത്തിലെ പൂവിനെയെല്ലാം കാണുന്നത് കണ്ണിലൂടെയാണ്, മൂക്കിലൂട്ട മണക്കും, ഇങ്ങനെയെല്ലാം. അപ്പം ഇന്ദ്രിയ വിഷയങ്ങളിലാണ് ഇതെല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് 5 ഇന്ദ്രിയ വിഷയങ്ങളാണ് പൂന്തോട്ടങ്ങൾ. 5 പടി ഉമ്മറങ്ങൾ എന്ന് പറഞ്ഞാൽ ഉമ്മറപ്പടിയിലൂടെ കയറാൻ വേണ്ടിയിട്ടുള്ള 5 ദ്വാരങ്ങളുണ്ട് ഈ ശരീരത്തിൽ. നവദ്വാരങ്ങൾ എന്ന് പറയും. കണ്ണിലെ ദ്വാരം, മൂക്ക്, ഇതിലൂട്ടിയാണല്ലോ നമ്മുടെ ശരീരത്തേക്ക് വല്ല വെളിച്ചം കയറുന്നതും ശബ്ദം കയറുന്നതും ഇറങ്ങിപ്പോകുന്നതും എല്ലാം നവദ്വാരങ്ങളിലൂടെയാണ്. അപ്പോൾ 5 പടിയുമ്മറങ്ങൾ. തേജസ്, ജലം, ഭൂമി എന്നിവയാണ് ചുറ്റുമതിലുകൾ. ഈ ശരീരത്തിൻ്റെ മതിലുകൾ ഈ ശരീരം കൊണ്ട് നിർമ്മിക്കുകയാണ്. അല്ലെ, ശരീരത്തിൻ്റെ ബൗണ്ടറി ഉണ്ടായ എങ്ങനെയാണ്, ഈ രൂപം ഉണ്ടായത് എങ്ങനെയാണ്? പഞ്ചഭൂതങ്ങളെ കൊണ്ടാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ആകാശത്തെ വിട്ടേക്കാം, പിന്നെ വായുവിനെയും വിട്ടേക്കാം. കാരണം ഈ ശരീരത്തിൻ്റെ അകത്താണ് വായു സഞ്ചരിക്കുന്നത്. അതിനപ്പം പുറമെ അകത്തിങ്ങനെ കയറി ഇറങ്ങുകയാണ്. അപ്പം ശരീരത്തിൻ്റെ ബൗണ്ടറീനെ അതിനെ പെടുത്തണ്ട. അപ്പം ഈ ശരീരം നിർമ്മിച്ചിരിക്കുന്ന 3 പ്രധാന വസ്തുക്കളാണ് കര, ദ്രവ, വാത. കരവസ്തു ഇതെല്ലാം കരാണ്. ഇതിൻ്റെ അകത്ത് ജലവും ഉണ്ട്, ഈ ശരീരത്തിൽ ജലവും ഉണ്ട്, അഗ്നിയും ഉണ്ട്. തൊട്ട് നോക്കിയാൽ അറിയാറുണ്ട്. അപ്പം ഈ ശരീരം രൂപപ്പെട്ടത് ഈ 3 മതിൽക്കെട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് കരത്തിനാണ് ഭൂമി എന്ന് പറയുന്നത്, ജലം, തേജസ്, അഗ്നി. ഇതുകൊണ്ടാണ്. അതാണ് 3 ചുറ്റുമതിലുകൾ.
വാണിക് സംഘങ്ങൾ, 6 വാണിക് സംഘങ്ങൾ എന്ന് പറയുന്നത് മനസ്സും ഇന്ദ്രിയങ്ങളുമാണ്. അതാണ് 6 വാണിക് സംഘങ്ങൾ. അതിലെ പുരുഷൻ ആത്മാവ്, അതാണ് അതിലുള്ള ഏകമായ വ്യക്തി. എന്നിട്ട് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ആ ശരീരത്തിലാണ് ആ പുരുഷൻ ഉള്ളത് എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് 59 പറയുന്നു, അന്ന് ആ പുരുഷൻ സ്വാമിനിയായ ആ ശരീരത്തില്, അപ്പൊ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ പുരുഷനായ അങ്ങ് സ്വാമിനിയായ ഈ ശരീരത്തില്, അവൾ സുന്ദരിയാണ്. സുന്ദരിയായ ഈ ശരീരത്തില് അവളോടൊപ്പം എന്ത് ചെയ്തു? രമിച്ചു. എന്നെയും വിട്ടിട്ട് ഈ ജീവാത്മാവ് ഈ ശരീരത്തിൽ കയറിയിട്ട് അവളോടൊത്ത് രമിച്ചു. അതിൻ്റെ ഫലമായിട്ട് എന്ത് പറയുന്നു? ബ്രഹ്മസ്വരൂപമായ എന്നെ മറന്നു. അതായത് ജീവാത്മാവ് പരമാത്മാവിനെ മറന്നു. പരമാത്മാവ് ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ്. ബ്രഹ്മം പരമാത്മാവായിട്ട് മാറിയതാണ്. അല്ലെങ്കിൽ പരമാത്മാവിനെ ബ്രഹ്മമായിട്ട് വേണമെങ്കിൽ കാണാം. അതിനെ നിന്നാണ് ഈ ജീവാത്മാവ് വന്നത്. അതിനെ മറന്നിട്ടാണ് നീ ഇങ്ങോട്ട് വന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് നിനക്കെന്ത് പറ്റിയ ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നത്. അപ്പൊ ആരോടാണ് പറയുന്നത്? ഇവളോടാണ് പറയുന്നത്. ആര്? വിദർഭ രാജകുമാരിയായിട്ട് ജനിച്ച പുരഞ്ജനൻ. അപ്പം വിദർഭ രാജകുമാരി നീയല്ല എന്ന് പറയണം. 66. അതുകൊണ്ട് ഈ വിദർഭ രാജകുമാരി എന്ന് പറയുന്നത് നീയല്ല. ആ വീരപാണ്ഡൻ നിന്റെ ഭർത്താവുമല്ല. ആ പുരഞ്ജനി യുടെ ഭർത്താവ് ആദ്യ ജന്മത്തില് പുരഞ്ജനും പുരഞ്ജനിയും. ആ പുരഞ്ജനിയുടെ ഭർത്താവും അല്ല നീ. നീ യഥാർത്ഥത്തിൽ എന്താണ്? ഈ നിർഗുണമായ പരമാത്മാവിൽ നിന്നും ഉത്ഭവിച്ച ജീവാത്മാവ്. ഇനി 61 പറയുന്നു, കഴിഞ്ഞ ജന്മത്തിൽ നീ പുരഞ്ജനായി പുരുഷനായിട്ട് സ്വയം അങ്ങ് തീരുമാനിച്ചു. കഴിഞ്ഞ ജന്മത്തില് പുരഞ്ജനൻ ഒരു സ്ത്രീ ശരീരത്തിൽ ജനിച്ചപ്പോൾ, അല്ല ഒരു പുരുഷ ശരീരത്തിൽ ജനിച്ചപ്പോൾ അവൻ പുരുഷ സ്വഭാവമായി മാറി. അതുകൊണ്ട് കഴിഞ്ഞ ജന്മത്തിൽ നീ ഒരു പുരുഷനായിട്ട് അങ്ങ് ധരിച്ചു. നീ ഒരു പുരുഷനാണെന്ന നിലയിൽ പ്രവർത്തിച്ചു. ഇപ്പോഴോ നീ ഒരു സ്ത്രീയായിട്ട് നടിക്കുകയാണ്, കരുതുകയാണ്. കഴിഞ്ഞ ജന്മത്തിൽ നീ ഒരു പുരുഷ ശരീരത്തിൽ കയറിയത് കൊണ്ട് നീ പുരുഷനായി ആണ് എന്ന് ധരിച്ചു. ഈ ജന്മത്തിൽ ഒരു സ്ത്രീ ശരീരത്തിൽ കയറിയത് കൊണ്ട് നീ സ്ത്രീയാണെന്ന് കരുതുകയാണ്. ഇതെല്ലാം എന്നെയാൽ സൃഷ്ടിക്കപ്പെട്ട മായ മാത്രമാണെന്ന് അറിയുക. അപ്പൊ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ജന്മത്തിൽ നീ പുരുഷനാണെന്ന് ചിന്തിച്ചു, ഈ ജന്മത്തിൽ നീ സ്ത്രീയായിട്ട് ചിന്തിച്ചു. സംഗതി ഒരേ സംഗതി തന്നെയാണ്, ജീവാത്മാവ് തന്നെയാണ്. പക്ഷെ പുരുഷ ശരീരത്തിൽ കയറിയപ്പോൾ പുരുഷനായിട്ട് ചിന്തിച്ചു, സ്ത്രീ ശരീരത്തിൽ കയറിയപ്പോൾ സ്ത്രീയായിട്ട് ചിന്തിച്ചു. അപ്പൊ യഥാർത്ഥത്തിൽ ഇവ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതെല്ലാം എന്നാൽ സൃഷ്ടിക്കപ്പെട്ട മായയാൽ സംഭവിച്ചതാണ്. ഞാൻ മായയിലൂടെ ഒരു ലോകം ഉണ്ടാക്കി അതിൽ നിന്നെ ഇറക്കി വിട്ടപ്പോൾ അതിനനുസരിച്ച് നീ ഓരോ സ്ഥലത്ത് ഓരോന്നായിട്ട് നിനക്ക് തോന്നി. യഥാർത്ഥത്തിൽ ഇതൊന്നും ഉള്ളതല്ല, ഉണ്ടായിട്ടില്ല. ഇതൊന്നും നിന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അതിൻ്റെ അകത്ത് കയറുമ്പോൾ അതാണെന്ന് നീ തോന്നുകയാണ്. അതെല്ലാം ഒരു മായയാണ്. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഒരു സ്ത്രീയുടെ വേഷം കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീയായിട്ട് തോന്നും, ഒരു പുരുഷന്റെ വേഷം കെട്ടിക്കഴിഞ്ഞാൽ പുരുഷനായിട്ട് തോന്നും. ആ മാതിരിയാണ്. യഥാർത്ഥത്തിൽ ഉള്ളിലുള്ള സംഗതി ഒന്ന് തന്നെയായിരുന്നു. പക്ഷേ വേഷം കെട്ടുന്നതനുസരിച്ച് ചിലപ്പോൾ പെണ്ണാണെന്ന് തോന്നും, ആണാണെന്ന് തോന്നും. അതേപോലെ ഒരു ആൺ ശരീരത്തിൽ കയറുമ്പോൾ ആണായിട്ട് തോന്നും, പെൺ ശരീരത്തിൽ കയറുമ്പോൾ പെണ്ണായിട്ട് തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ ജീവാത്മാവിന് അങ്ങനെ ആണുമില്ല പെണ്ണുമില്ല ഒന്നുമില്ല. ഏതിലാണോ കയറുന്ന ആ രൂപം എടുക്കുകയാണ്. അതുകൊണ്ട് ഇതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ നിന്നെ സംബന്ധിച്ചിടത്തോളം നീ ഇതൊന്നും അല്ല. അതുകൊണ്ട് നമ്മളെന്താണ്? ഹംസപക്ഷികളെ പോലെയാണ്. ഹംസപക്ഷികളെ പോലെ അത് ഹംസപക്ഷികളെ പോലെ നമ്മളെ കാണണം. ജീവാത്മാവിനെയും പരമാത്മാവിനെയും ഒരു ഹംസപക്ഷികളെ പോലെ കാണണം. കാരണം യഥാർത്ഥത്തിൽ അത്
പുരുഷനുമല്ല സ്ത്രീയും അല്ല. ഈ വാസ്തവികമായ അവസ്ഥയെ നീ മനസ്സിലാക്കണം. ശരിയായ അവസ്ഥയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭാര്യയെന്നോ ഭർത്താവെന്നോ എന്നുള്ള ചിന്തയെല്ലാം മടും, അയാൾ വിട്ടുപോയി ഇയാൾ വിട്ടുപോയി, ഇതെല്ലാം ഒരു മായയിൽ അകപ്പെട്ടിട്ട് കിടക്കുന്ന സംഭവങ്ങൾ മാത്രമാണ്. നീ യഥാർത്ഥത്തിൽ ആണുമല്ല പെണ്ണുമല്ല ഒന്നുമല്ല. ഓരോന്നിനെ ചേരുമ്പോൾ നിനക്ക് ഓരോ രൂപം ഉണ്ടാകുകയാണ് മായയിൽ അകപ്പെട്ടുകൊണ്ട്. ആ നിലയിൽ നീ കണ്ടു കഴിഞ്ഞാൽ വിലപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് 62 പറയുകയാണ്, അതുകൊണ്ട് സഖാവെ എന്ന് വിളിച്ചിട്ട് ഈ പരമാത്മാവ് ജീവാത്മാവോട് പറയുകയാണ്, ഞാൻ അങ്ങ് തന്നെയാണ്. പരമാത്മാവിൽ നിന്നുള്ള ഒരു ചെറിയ അംശമാണ് ജീവാത്മാവ്. ഞാൻ അങ്ങ് തന്നെയായിട്ട് കാണും. ഈ പരമാത്മാവ് തന്നെയാണ് ജീവാത്മാവ്. പരമാത്മാവിലുള്ള ഒരംശമാണ് ജീവാത്മാവ്. അപ്പം ഞാൻ അങ്ങ് തന്നെയാണ്. അങ്ങ് മറ്റൊരാളല്ല, വേറൊന്നല്ല. അങ്ങ് തന്നെയാണ് ഞാൻ. നീ തന്നെയാണ് ഞാനും, ഞാൻ തന്നെയാണ് നീ. എല്ലാം ബ്രഹ്മമാണ്. ജ്ഞാനികൾ നാം തമ്മിൽ ഭേദം കാണുകയില്ല. അതുകൊണ്ട് ജ്ഞാനികൾ ഇതില് ഞാൻ നീ, അതായത് ജീവാത്മാവ് പരമാത്മാവ് എന്ന ജ്ഞാനം വ്യത്യാസം കാണുകയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പോകുമ്പോൾ നമ്മൾ ജീവാത്മാവ് പരമാത്മാവും ഒന്നായിട്ട് കാണും. അപ്പം പ്രപഞ്ചം മുഴുവൻ പിന്നെ ഒന്നും കാണില്ല, ഉള്ളിലാണ് കാണുക. കണ്ണും കാഴ്ച ശക്തികളെല്ലാം നശിക്കും. നമ്മളെ ഉള്ളിൽ എല്ലാം ഒന്നായിട്ട് മാറും, ജീവാത്മാവും പരമാത്മാവും. ഇനി 63 ഏത് പ്രകാരം എന്നാൽ 63 പറയുകയാണ്, ഇപ്രകാരം ഒരാൾ തൻ്റെ ശരീരത്തെ കണ്ണാടിയിൽ കാണുമ്പോൾ ആ വ്യത്യാസമേ ഉള്ളൂ. നാം കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ നാം തന്നെയാണ് ആ കണ്ണാടിയിൽ ഉള്ളത്, രണ്ടല്ല. ആ രൂപത്തിൽ കാണണം. അതുപോലെ വേറൊരാളുടെ കണ്ണിൽ രണ്ടായിട്ട് തോന്നുന്നത് ഈ കണ്ണാടിയിൽ കാണുന്നത് പോലെയായിട്ട് കാണണം. അപ്പം നമ്മളെ കണ്ണാടി കാണുന്നത് കണ്ണാടീൻ്റെ പ്രതിബിംബമാണ്. അതുപോലെ ആ കണ്ണാടീൻ്റെ സ്ഥാനത്ത് വേറൊരാൾ നിൽക്കുകയാണെങ്കിൽ നമ്മളെ അയാളുടെ മനസ്സിൽ വേറൊന്നായിട്ട് തോന്നും. ആ വേറൊരാളുടെ കണ്ണിലെ രണ്ടായിട്ട് തോന്നുന്ന മാത്രമാണ്, ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കണ്ണാടിക്ക് സമാനം കണ്ണാടിയുടെ സ്ഥാനത്ത് കണ്ണാടിയിൽ നമ്മളെ മുമ്പിൽ നിൽക്കുന്ന ആൾ തന്നെയാണ് അതിൻ്റെ അകത്തുള്ളത്. അതേപോലെ തന്നെ വേറൊരാള് കാണുമ്പോൾ വേറൊന്നായിട്ട് തോന്നുന്നത്, ആ ആൾക്ക് ഈ കാണുന്ന ആളെ വേറൊന്നാണ് എന്നിൽ നിന്നും വ്യത്യസ്തമായി കാണുന്നത്. യഥാർത്ഥത്തിൽ കണ്ണാടിയിൽ 2 തരത്തിൽ കാണുന്നത് പോലെയായിട്ട് കാണും. അതായത് നമ്മൾ ഒരാളെ കാണുമ്പോൾ അത് വേറെയാണെന്ന് തോന്നുന്നത് കണ്ണാടിയിൽ തോന്നുന്ന മാതിരിയായിട്ട് എടുക്കണം. അതായത് യഥാർത്ഥത്തിൽ ആ കാണുന്നത് ഞാൻ തന്നെയാണെന്ന് ചിന്തിക്കണമെന്നാണ് പറയുന്നത്. കണ്ണാടിയിൽ രണ്ടായിട്ട് കാണുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ്. അതുപോലെ ഒരാള് മുന്നിൽ വേറൊരാളെ കാണുമ്പോൾ കാണുന്നത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന നിലയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം. കണ്ണാടിയുടെ സ്ഥാനമായിട്ട് നമ്മളെ കാണുക. കണ്ണാടിയുടെ സ്ഥാനത്ത് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഈ രണ്ടും ഒന്ന് തന്നെയാണ്. അതുപോലെ നമ്മൾ വേറൊരാളെ കാണുമ്പോൾ അത് വേറൊന്നായിട്ട് തോന്നൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഞാനും അതും ഒന്ന് തന്നെയാണ് എന്ന നിലയിൽ ആ ഭേദം മാത്രമേ അതിനുള്ളൂ. രണ്ടും ഒന്ന് തന്നെയാണ്. ഇങ്ങനെ മനസ്സിലുള്ള ഹംസം, അതാണ് ജീവാത്മാവ്, മറ്റേ ഹംസത്തിനെ ഈശ്വരൻ, അതാണ് പരമാത്മാവായിട്ട് എടുക്കുക. അപ്പോൾ നമ്മളെ മനസ്സിലുള്ള ഹംസം ജീവാത്മാവ് മറ്റേ ഹംസത്തെ, അതായത് ഈശ്വരനെ സഹായത്താൽ, ആ ബ്രഹ്മത്തിൻ്റെ സഹായത്താൽ മറ്റേ ഹംസത്തെ പരമാത്മാവിനെ
മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നിട്ട് അതിൽ താതാത്മ്യം കാണാൻ ശ്രമിക്കണം. അങ്ങനെ വിട്ടുപോയ ആ സ്മരണയെ നേടിയെടുക്കണം. യഥാർത്ഥത്തിൽ നമ്മൾ ഉള്ളിൽ തന്നെ എന്തുണ്ട്? ജീവാത്മാവുണ്ട്, പരമാത്മാവുണ്ട്. പരമാത്മാവ് സാക്ഷിയായിട്ട് നിൽക്കുന്നുണ്ട്, ജീവാത്മാവ് ഞാൻ എന്ന ഒരു ചിന്തയിലൂടെ നിൽക്കുന്നുണ്ട്. അപ്പം മനസ്സിലുള്ള ഈ ജീവാത്മാവ് എന്ന ആ സംഗതി ഉള്ളിലുള്ള ആ പരമാത്മാവ് തന്നെയാണെന്ന് ഈശ്വരൻ്റെ സാക്ഷി നിർത്തിക്കും. ഈശ്വരൻ്റെ സഹായത്താൽ, അതായത് ആത്മീയതയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഈശ്വരനിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ആത്മീയതയിലേക്ക് പോകുക. ഈശ്വരൻ്റെ സഹായം ആത്മീയതയാൽ ഞാനെന്ന ആ ഹംസത്തെ നമ്മുടെ ഉള്ളിലുള്ള ആ സാക്ഷിയായി നിൽക്കുന്ന പരമാത്മാവിനെ, അതാണ് രണ്ടാമത്തെ ഹംസം. അത് രണ്ടും ഏകമാണെന്ന് ഉള്ള ഒരു ധാരണയിൽ എത്തിച്ചിട്ട് നമ്മളിൽ വിസ്മരിക്കപ്പെട്ട ആ ജ്ഞാനത്തെ നേടിയെടുക്കണം. നമ്മൾ ജനിക്കുമ്പോൾ ഞാനെന്നൊരു ചിന്ത ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ ഉള്ളിലുള്ള ആ പരമാത്മാവിൽ നിന്നും മാറിപ്പോകുന്നത്. അത് ഈശ്വരൻ്റെ ശക്തിയാൽ ആത്മീയതയിലൂടെ നമ്മൾ മനസ്സിനെ ഏകീകരിച്ചിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഞാനെന്ന ചിന്തയുള്ള ജീവാത്മാവിനെ അല്ലെ ഹംസത്തെ ഉള്ളിലുള്ള സാക്ഷിയായി ഏതിൽ നിന്ന് വന്നോ ആ സാക്ഷിയായ പരമാത്മാവിൽ ലയിപ്പിക്കാൻ പറ്റും. അങ്ങനെ ജനിക്കുമ്പോൾ വിട്ടുപോയ ആ സ്മരണയിൽ യഥാർത്ഥത്തിൽ ഞാൻ ആ പരമാത്മാവാണ്, ബ്രഹ്മമാണ്, നിർഗുണമാണ് ബ്രഹ്മം എന്ന ആ ഒരു സ്മരണ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റും. അങ്ങനെ 65 പ്രാചീന പരിശോട് പറയുകയാണ്, ഈ ആത്മതത്വജ്ഞാനം ഞാൻ പരോക്ഷ പ്രവർത്തനത്തിലൂടെ കാട്ടിത്തന്നിരിക്കുന്നു. ഒരു പരോക്ഷമായ ഒരു ഉദാഹരണ സഹിതമായിട്ട് ഒരു പുരഞ്ജനും ഒരു പുരഞ്ജനിയുടെ എല്ലാം കഥ പിടിച്ചുകൊണ്ട് പരോക്ഷമായിട്ട് ഈ ആത്മതത്വജ്ഞാനം ഞാൻ പ്രാചീന പരിശോട് പറഞ്ഞു തന്നു കഴിഞ്ഞു എന്ന് പറയുകയാണ്. വേറെ ഉദാഹരണ സഹിതം ഒരു പുരഞ്ജനന്റെ കഥയിലൂടെ ഞാൻ കാട്ടിത്തന്നു ഈ ബ്രഹ്മരഹസ്യം. എന്തുകൊണ്ടെന്നാൽ ശ്രീഹരി ഇത്തരം പരോക്ഷ കഥനങ്ങളിലൂടെ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നതിൽ, വേണ്ടപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ സന്തോഷിക്കുന്നവരാണ്. കാരണം ഈ ശ്രീഹരി എന്ന് പറയുന്നത് ജഗത്തിൻ്റെ കാരണക്കാരനാണ്. ശ്രീഹരിയാണ് ഈ തത്വത്തിലൂടെയെല്ലാം പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത്. സർവജ്ഞാനങ്ങളുടെയും എല്ലാം അടിത്തറയാണ് ഈ ശ്രീഹരി. ആ ശ്രീഹരി വേണ്ടപ്പെട്ടവർക്ക് പരോക്ഷ കഥനത്തിലൂടെ ഇങ്ങനെ ഉദാഹരണ സഹിതമെല്ലാം ഈ തത്വത്തെ പറഞ്ഞു കൊടുക്കുന്നതിൽ സന്തോഷവാനാണ്. അതുകൊണ്ടാണ് ഞാനിത് എനിക്ക് പറഞ്ഞു തന്നത് ഒരു കഥയിലൂടെ. അപ്പം കഥയിലൂടെ പറഞ്ഞു കൊണ്ടുവന്ന പല വിഷയങ്ങളാണ്. നമ്മൾ ജനിക്കുന്നത് ജീവാത്മാവാണ്. ജീവാത്മാവ് ഏതൊരു ശരീരത്തിലാണോ ജനിക്കുന്നത് ആ ശരീരത്തിൻ്റെ രൂപം എടുക്കും. ആണിൽ കെരിയാണ് ആണിൻ്റെ രൂപം, പെണ്ണാണെങ്കിൽ പെണ്ണിൻ്റെ ശരീരത്തിൽ, കെരിയാണെങ്കിൽ പെണ്ണ്, പട്ടിയിലാണെങ്കിൽ പട്ടിയായിരിക്കും. അപ്പം യഥാർത്ഥത്തിൽ ഇതൊരു മായയിൽ അകപ്പെട്ട ശരീരമാണ്. അതിൽ കയറുന്നതനുസരിച്ചാണ് നമ്മൾ ഓരോന്നായി മാറുന്നത്. ചിലപ്പോൾ ഹിന്ദുവായിട്ട് ജനിക്കും, ചിലപ്പോൾ ക്രിസ്ത്യാനിയായിട്ട് ജനിക്കും. അടുത്ത ജന്മത്തിൽ ഇപ്രാവശ്യം ഹിന്ദു ആണെങ്കിൽ അടുത്തതിൽ ക്രിസ്ത്യാനി ആയിരിക്കും, ഇപ്രാവശ്യം മുസ്ലിം ആണെങ്കിൽ അടുത്തതിൽ ചിലപ്പം ഹിന്ദു ആയിരിക്കും. ഇതെല്ലാം ജനിക്കുന്ന സമയത്ത് എന്തിലാണോ ആഗ്രഹമുള്ളത് അതുമായി മാറും. ഭാര്യയെ പറ്റി ചിന്തിച്ചുകൊണ്ടാണ് പെണ്ണായിട്ട് ജനിച്ചത്. അപ്പം അതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് പറയുന്നുണ്ട്? യഥാർത്ഥത്തിൽ ഇതെല്ലാം ആ ജീവാത്മാവ് ഓരോ ഈ ശരീരത്തെ എല്ലാ കാര്യത്തിലെടുക്കേണ്ടത്. യഥാർത്ഥത്തിൽ നീ ജീവാത്മാവാണ്. ഈ ജീവാത്മാവ് ഇതിൽ നിന്ന് വന്നതാണ്, ആ പരമാത്മാവിൽ നിന്ന് വന്നതാണ്. ഇതിൽ നിന്നും ജനിക്കുമ്പോഴാണ് വേർപെട്ടു പോകുന്നത്. നമ്മുടെ മനസ്സ് ജനിക്കുമ്പോൾ ഞാനെന്ന ചിന്തയുണ്ടായി. ശരീരം ഏതാണോ എടുത്തിരിക്കുന്നത്, ശരീരം ഒരു ഹിന്ദുവിൻ്റെ ആണെങ്കിൽ ഞാൻ ഹിന്ദു ആണെന്ന ചിന്തയുണ്ടാവും. ശരീരം ഒരു ക്രിസ്ത്യാനി ആണെങ്കിൽ ക്രിസ്ത്യാനി എന്ന ചിന്ത വരും. ആണാണെങ്കിൽ
ആണാണെങ്കിൽ ആണാണെന്ന് തോന്നുന്നു, പെണ്ണാണെങ്കിൽ പെണ്ണാണെന്ന് തോന്നുന്നു. ഇപ്പം ശരീരം അനുസരിച്ച് നമ്മളിൽ കുറേ ഈ ജീവാത്മാവിന് ഓരോ സ്വഭാവം പ്രകടമാകും. യഥാർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ ജീവാത്മാവിന് ഇതൊന്നുമില്ല. അത് ആ പരമാത്മാവിൽ നിന്ന് വന്ന ഒരു പ്ലാനിൻ്റെ ഒരു അംശം മാത്രമാണ്.